ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റായി കെ ജയകുമാറും ബോർഡ് അംഗമായി മുൻമന്ത്രി കെ രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. തെറ്റായ വഴികൾ എല്ലാം അടയ്ക്കുമെന്നും പിടിമുറുക്കേണ്ടിടത്ത് പിടിമുറുക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിനിടെയാണ് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചുമതലയേറ്റത്. CPI പ്രതിനിധിയായ മുൻമന്ത്രി കെ രാജു ബോർഡ് അംഗമായും സത്യപ്രതിജ്ഞ ചെയ്തു. VN വാസവൻ ഉൾപ്പെടെ മന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ നാടാകെ ശ്രദ്ധിക്കുന്ന, നെഞ്ചേറ്റുന്ന പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ ശ്രീ കെ ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എന്നത് ഏറെ സന്തോഷിക്കുന്നു. ശബരിമലയിൽ സങ്കടത്തിന് കാരണമായ സാഹചര്യം മാറ്റുമെന്ന് പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ. ഭരണസമിതിയിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബോർഡിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം. പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ PS പ്രശാന്ത് 24നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണല്ലോ. അത് വളരെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പാർട്ടിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥാനമൊഴിഞ്ഞത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.